നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യ റൂമിയെ വിക്ഷേപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റൂമി 1ന്റെ വിക്ഷേപണം വിജയമായതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇന്ന് രാജ്യം. സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യ വികസിപ്പിച്ച ഹൈബ്രിഡ് റോക്കറ്റ് റൂമിയെയാണ് അങ്ങനെ വിക്ഷേപിച്ചിരിക്കുന്നത്. തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് സ്പേസ് സോൺ ഇന്ത്യ മാർട്ടിൻ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് വികസിപ്പിച്ചെടുത്ത റോക്കറ്റിൻ്റെ വിജയകരമായ വിക്ഷേപണമാണ് രാജ്യമെന്ന് വീക്ഷിച്ചത്. രാവിലെ ചെന്നൈയിൽ നിന്നുമായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം നടത്തിയത്. കോസ്മിക് റേഡിയേഷൻ തീവ്രത ഉൾപ്പെടെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ പഠിക്കാനും നിരീക്ഷിക്കാനും അവ ശേഖരിക്കാനുമായി രൂപകൽപ്പന ചെയ്ത 3 ക്യൂബ് ഉപഗ്രഹങ്ങളുമായാണ് കേളമ്പാക്കത്തെ മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്നും ശനിയാഴ്ച രാവിലെ 7:15 വിക്ഷേപണം നടത്തിയത്. 3 ക്യൂബ് സാറ്റലൈറ്റുകളും 50 പീക്കോ ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് ഒരു മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചാണ് ഉപഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചത്. ഈ ഉപഗ്രഹങ്ങൾ ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കൂടി ശേഖരിക്കും. ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങാൻ ശേഷിയുള്ളതാണ് റൂമി എന്ന ചെറു റോക്കറ്റ്. 80 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. 3 ഉപഗ്രഹങ്ങളും ഭൂമിയിൽ നിന്നും 80 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം റോക്കറ്റിലെ പാരഷ്യൂട്ടുകൾ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങും. 6000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ കൂടി ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഖര ദ്രവ ഇന്ധനങ്ങൾ ഉപയോഗിക്കാവുന്ന റോക്കറ്റ് പരിസ്ഥിതി സൗഹൃദമാണെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. മുൻ ISRO സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയുടെ മാർഗനിർദ്ദേശപ്രകാരം സ്പേസ് സോണിന്റെ സ്ഥാപകനായിട്ടുള്ള ആനന്ദ് മേഘലിംഗുമാണ് റൂമി ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ ഇന്ധനങ്ങളുടെ പ്രൊപ്പലൻ സംവിധാനങ്ങൾ കൂടി സംയോജിപ്പിച്ച് കാര്യക്ഷമത മെച്ചപ്പെടുത്താനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിൽ കുറഞ്ഞ ചിലവിൽ ദീർഘകാല പരിഹാരങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന ചെന്നൈയിലെ ഒരു എയ്റോ ടെക്നോളജി കമ്പനി കൂടിയാണ് സ്പേസ് സോൺ ഇന്ത്യ എന്ന് പറയുന്നത്.